നമ്മളെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് മൂടി മാറ്റി വെക്കാം. ഇനിക്ക് വെള്ളം പാർന്നെടുത്ത് ഊറ്റിയെടുക്കുക. ചോറൊക്കെ ഊറ്റിയെടുക്കട്ടെ. ഇനി നമുക്ക് കറിയും കൂടെ ഉണ്ടാക്കാണ്ട് കേട്ടോ. കറി നല്ല പച്ചമാങ്ങ തേലൊക്കെ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു തൊലിക്കണം. അപ്പം ചക്കക്കുരു ഇട്ടൊരു പുളിയിട്ട് കറി വെക്കുക. ചോറ് ഊറ്റിയിടുന്ന പാത്രം ഒന്ന് ഗ്യാസ് വെച്ച് ചൂടാക്കിയാലേ അതിൽ വെള്ളം ഒലിരുള്ളൂ. പാർട്സ് തോന വെള്ളത്തിലൊന്നല്ല വെച്ചിരുന്നത്. ചക്കക്കുരു കറി പറ്റാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം, കൂട്ടാം. അപ്പം നമ്മളെ കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചക്കക്കുരൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ലോണം ഈ ബ്രൗൺ കളറുള്ള ഈ തൊലി കളയാൻ പാടില്ല അങ്ങനെ. പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്കതാ നമ്മൾ പച്ച മാങ്ങ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. തൊലി ചെത്തണമെന്നൊന്നുമില്ല, ഞാൻ ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടാൽ വേവാൻ ബുദ്ധിമുട്ടാണ്. ചക്കക്കുരു വെന്ത് കിട്ടൂല, എന്നാലും എല്ലാം ഞാൻ ഉപ്പ് പിടിക്കൂല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ലോണം കഴുകിയെടുത്ത നമ്മളെ വാളംപുളിയാണത്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞിട്ടത് അതിൻ്റെ ചണ്ടിയൊക്കെ കോരിയെടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം. ഒഴിച്ചെടുക്കുകയാണ്. നല്ലോണം അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അത് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചോറ് ഊറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിക്കണം. ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങ വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ചിടാം. അപ്പോൾ കടുക് പൊട്ടിക്കാൻ പാത്രം ചൂടായിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് പൊട്ടിച്ച കടുക് പൊട്ടി കഴിയാൻ നേരത്തെ കുറച്ച് കറിവേപ്പില, തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുവന്ന മുളക് കട്ട് ചെയ്ത് വെച്ചതാണ്.
അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കറിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇനി ഇത് നല്ലോണം കുത്തി ഉടച്ചെടുക്കാം കേട്ടോ. ഒരു ഒരു കറിക്ക് നല്ലൊരു കുറുന്നനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മാങ്ങയും പുളിയും. ഈ കറിക്ക് പുളി നല്ലോണം മുന്നിട്ട് നിൽക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കുത്തി ഉടച്ചു കൊടുത്താൽ ചോറ്റിൽ ഒഴിച്ചെടുക്കാൻ നല്ല ടേസ്റ്റ്. ഇനി ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ മക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഒന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്, നല്ല കുറുന്നനായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും. അസ്സലാമു അലൈക്കും.